ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് സ്റ്റോക്ക് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഒരല്പം വൈകിയത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മെറ്റീരിയൽസിൻ്റെ റേറ്റ് ഞാനിവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. 599 പ്രൈസ്. 2-3 പീസ് എടുക്കുമ്പോൾ ഞാൻ ഡിസ്കൗണ്ട് തരാറുണ്ട്. അതുപോലെ 5 പീസ് ഒരുമിച്ച് ഹോൾസെയിലിൽ എടുക്കുന്നവർക്ക് ഒരു പീസ് 550 വീതമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. എത്ര എണ്ണം എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്. അതുപോലെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കൂടെ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ടോപ്പ് വരുന്നത് 2.5 മീറ്ററും ദുപ്പട്ട വരുന്നത് 2.25 മീറ്ററും ബോട്ടം വരുന്നത് 2 മീറ്ററും ആയിരിക്കും. പിന്നെ ചൂട് സമയമാണ്, തുണി നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും ലാസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് ടൈറ്റായിട്ട് പാൻറ്റ് നിങ്ങൾ തയ്ക്കരുത്. അങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ എൻ്റെ മെറ്റീരിയൽസ് എന്നല്ല, ഏതൊരു മെറ്റീരിയൽസ് ആണെങ്കിലും കോട്ടൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വിയർപ്പിൽ ഉപ്പ് രസവും ഉണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഭയങ്കര വെയിലത്ത് ഉണക്കാനൊക്കെ ഇട്ടിരുന്നാലും പെട്ടെന്ന് തന്നെ പോകും. തണലത്തിട്ട് ഉണക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് കളർ ഫെയ്ഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. തുണി കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കോട്ടൺ ആയതുകൊണ്ട് ഒരുപാട് വിയർപ്പ് ഉള്ളവർക്കും. പിന്നെ അടിച്ചലക്കുക, അതുപോലെ സോപ്പ് ഇതിനകത്ത് ഒരുപാട് മണിക്കൂർ കുതിർത്ത് വെക്കുക, ഇങ്ങനെയൊക്കെ വെച്ചാൽ മാത്രമേ തുണി നശിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് വന്നിരിക്കുന്നത് ഒരു വൈൻ ഷെയ്ഡാണ് ടോപ്പ്. ഇതൊരു ബാട്ടിക് ഡിസൈനാണ് കേട്ടോ. ബാട്ടിക് ഡിസൈൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വരുന്നത് വൈറ്റിൽ വൈൻ ഷെയ്ഡാണ്. അതുപോലെ ബോട്ടത്തിലും ദുപ്പട്ടയിലും അതേ വൈൻ ഷെയ്ഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. എല്ലാം നമ്മുടെ കയ്യിൽ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അടുത്ത വന്നിരിക്കുന്നത് ഇതുപോലെ ഗ്രീനും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലും ഉള്ള ഒരു കോമ്പിനേഷനാണ്. ബോട്ടം എല്ലാത്തിൻ്റെ സൂപ്പറാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബോട്ടമാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ളത്. അടുത്ത വരുന്ന ഇത് ഒരു പ്രത്യേക തരം കളറാണ് കേട്ടോ. ചിലർക്ക് ഒരു കോമണും അല്ലാത്ത ചില പ്രത്യേക കളർ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ബ്ലാക്കും ഒരു ബ്രൗണും ഒക്കെ വരുന്ന ഒരു മിക്സ് പോലെ ഒരു പ്രത്യേക കളറാണ് വന്നിരിക്കുന്നത്. എന്ത് കളറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു കളറ്. ഇതിൻ്റെ ബോട്ടവും ഇതേപോലെ കണ്ടോ, നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആ കളറിൽ മിക്സ് വന്നിരിക്കുന്നത്, അതാണ് ബോട്ടത്തിന് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ നമുക്ക് തോന്നുന്നത്, ബ്ലാക്കും കൂടെ ഒക്കെ ഉള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അടുത്ത് വരുന്നത് ഇത് അജ്രക്കിൻ്റെ ആണ്. അജ്രക്കിൻ്റെ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതും കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഇത് റെഡും ബ്ലാക്കും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലതാണ്. നമുക്ക് 5 സെറ്റ് അതല്ലെങ്കിൽ 10 സെറ്റ് നിങ്ങൾക്ക് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് വരാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ലാഭത്തിന് അത് സെയിൽ ചെയ്യാനായിട്ടും പറ്റും. ഒരെണ്ണം 550 വെച്ചായിരിക്കും നമ്മൾ തരുന്നത്. ഇത് നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പിക്ചറിൽ അവർ കൊടുത്തിരിക്കുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അതെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല ഭംഗിയുള്ള ബാട്ടിക് ഡിസൈനാണ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം എല്ലാം നമ്മൾ നോക്കി സെലക്ട് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി മെറ്റീരിയൽസാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്ന ഒരു റോസാണ് കേട്ടോ. റോസും ഒനിയൻ പിങ്ക് ഷെയ്ഡും കൂടാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അടിപൊളി കളറാണിത്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ സ്ട്രൈപ്പ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. അടുത്ത് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡാണ്, വൈറ്റ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഒരു പർപ്പിൾ വയലറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. വൈറ്റിൽ ഇതുപോലെ ഒരു ഡിസൈനാണ് പാൻറ്റിന് വന്നിരിക്കുന്നത്. പാൻറ്റ് മിക്കപ്പോഴും നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കാം. പിന്നെ ചുരി പാൻറ്റ് ആരും അങ്ങനെ ചെയ്യാറില്ലല്ലോ. സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കാനായിട്ട് നല്ലതാണ്. അടുത്ത് വന്നിരിക്കുന്നത് ഇതേപോലെ മെറൂണാണ് കേട്ടോ. മെറൂണിൽ 6 ആക്ക് ഡിസൈൻ വെച്ചിട്ട് ദുപ്പട്ടയിലും പാൻറ്റിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തുണി കാണുന്ന പോലെയല്ല, തയ്ച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി. പാൻറ്റിൻ്റെ പീസൊക്കെ വെച്ചിട്ട് നെക്കിൽ ഡിസൈനൊക്കെ ചെയ്ത് നന്നായിട്ട് തയ്ക്കുന്നവർക്കാണെങ്കിൽ അടിപൊളി സെറ്റായിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ബോട്ടവും ഇതുപോലാണ് വരുന്നത് കണ്ടോ. ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ശരിക്കും ഇതിൻ്റെ ബോട്ടം വേറൊരു ടോപ്പായിട്ട് നമുക്ക് തയ്ക്കാം. അത്ര നല്ല ഭംഗിയുള്ളതാണ് വരുന്നത്. അടുത്ത് വരുന്നത് ഒരു ഡാർക്ക് ഓറഞ്ച് ബ്രൗണൊക്കെ മിക്സായിട്ട് വരുന്നൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. അതിൻ്റെ ബോട്ടവും ഇതേപോലെയാണ്, ബ്രൗൺ ഷെയ്ഡ് പോലെയാണ് അതിൻ്റെ ബോട്ടും ദുപ്പട്ടയും എല്ലാം വന്നിരിക്കുന്നത്. ചെറിയൊരു ലൈൻ പോലെ ഡിസൈനുണ്ട്. അടുത്ത് വരുന്നത് ബ്ലാക്കാണ്. ബ്ലാക്ക് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലാക്ക് കൂടുതലും ഞാൻ എടുക്കാറുള്ളത്. ഒരു ഡള്ളായിട്ട് വരുന്ന ഒരു കളർ പോലുള്ള ഒരു ഇതാണ് കേട്ടോ. ഇത് ആഷ് പോലല്ല, എന്നാൽ ആഷിനോടും ചെറിയൊരു സാമ്യമുള്ളൊരു പ്രത്യേക കളറാണിത് കേട്ടോ. സ്ട്രൈപ്പ് ഡിസൈനാണ് പാൻറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്. അടുത്ത് വരുന്നത് അജ്രക് ഡിസൈനാണ്.
പിന്നെ ഒരു കോഫി ബ്രൗൺ ഡിസൈൻ ചേർന്ന ഒരു കളറാണ്. ഇതിൻ്റെ ബോട്ടത്തിൽ ഇതുപോലാണ് വരുന്നത്. ബ്ലാക്കും ബ്രൗണും റെഡും ഒക്കെ വെച്ചിട്ട് ആണ് വരുന്നത്. അടുത്ത വരുന്നത് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. ഗ്രീനിൽ ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് പോലെ ഒരു പ്രത്യേക ബിസ്ക്കറ്റ് ഷെയ്ഡ് കളർ എന്ന് പറയാം, അതേപോലെ ഒരു കളറാണ് വരുന്നത്. ഇതാ ബോട്ടം കണ്ടോ, നല്ല ഭംഗിയാണ് ബോട്ടം കാണാനായിട്ട്. എല്ലാം നല്ല മെറ്റീരിയലാണ്. നമ്മളാ തയ്ച്ച് ഇടുന്നതും അതിൻ്റെ ഒരു വർക്കും ഒക്കെയാണ് അതിന് ഭംഗി ഉണ്ടാക്കുന്നത്. ഇത് ബാട്ടിക്ക വന്നിരിക്കുന്നത് കേട്ടോ. ബാട്ടിക്കാണ്, മെറൂണാണ് വന്നിരിക്കുന്നത്. കണ്ടോ നല്ല ഭംഗിയാണ് ദുപ്പട്ടയും അതുപോലെ ബോട്ടം ഒക്കെ വന്നേക്കുന്നത്. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഒരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ, കുറേ ലാസ്റ്റ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്ന സമയത്ത് പാൻറ്റ് നല്ല ടൈറ്റായിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. പാൻറ്റ് ഒത്തിരി ടൈറ്റായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ അത് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പാൻറ്റ് എപ്പോഴും ഇത്തിരി ലൂസ് അങ്ങ് തയ്ക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങൾക്കുണ്ടാകത്തില്ല. ഇതും അജ്രഖാനായിരുന്നു നമ്മളിപ്പോൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ബാട്ടിക് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു റെഡാണ് വന്നിരിക്കുന്നത്, നല്ല ഡാർക്ക് റെഡ്, നല്ല ഭംഗിയുള്ള റെഡാണ്. ഒരു ബ്ലാക്ക് റെഡ് എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഒരു റെഡാണ് വന്നിരിക്കുന്നത്. ബോട്ടവും ദുപ്പട്ടയും റെഡ് കോമ്പിനേഷനിലാണ്. ടോപ്പിൽ ഇതുപോലെ റെഡ് വരുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് ഗ്രീനാണ്. ഫുൾ ഇതാണ് കേട്ടോ ടോപ്പിൻ്റെ ആ ഒരു ഡിസൈൻ. ദുപ്പട്ടയിൽ ഇതിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. ഒരു കറുപ്പ് ഡിസൈൻ ഇതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബോട്ടത്തിൽ. അതിൻ്റെ ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ബോട്ടം വെച്ചിരിക്കുന്നത്. അടുത്ത വരുന്നത് ബാട്ടിക്കിൻ്റെയാണ്. ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ, നല്ല ഡാർക്ക് ഗ്രീൻ, ബ്ലൂ പോലെ നമുക്ക് തോന്നും, അങ്ങനെയുള്ള ഒരു കളറാണ്. എല്ലാം വ്യത്യസ്തമായ കളേഴ്സാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കളർ നമുക്ക് എടുത്തങ്ങോട്ട് പറയാനൊക്കത്തില്ല. പക്ഷേ ക്യാമറയിലാണെങ്കിലും അതേപോലെ അത് പ്രത്യേകിച്ച് നമുക്ക് എടുത്തറിയാൻ പറ്റത്തില്ല. ഇതൊരു ഓറഞ്ച് മിക്സ് ബ്രൗൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയാണ്. അപ്പോൾ പലർക്കും പല ഡിസൈൻ ആണല്ലോ ഇഷ്ടം, എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ, പലർക്കും വ്യത്യസ്ത ഡിസൈൻസും പാൻറ്റും ഒക്കെയാണ് ഇഷ്ടം. ഇതൊരു പിങ്ക് ഷെയ്ഡും ഒനിയൻ പിങ്കും ഒക്കെ വരുന്ന പോലെ ഒരു ഷെയ്ഡാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഒരു പ്രത്യേക കളറാണ്. ഇതൊരു നേവി ബ്ലൂ പോലെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് ബ്ലാക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട് വെയിലടിക്കുമ്പോൾ. ക്യാമറയിൽ ശരിക്കും അത് നേവി ബ്ലൂ വന്ന് അറിയുന്നുണ്ട്. ഇതിലൊരു ലൈൻ പോലെ ഒരു ഡിസൈനും വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, നേർത്തതായിട്ടാണ് വരുന്നത്. അത് കുഴപ്പമില്ല, ഒരു പ്രത്യേക കളറാണ്, നല്ല രസമുള്ള ഉണ്ടോ നേവി ബ്ലൂ കളറാണ്. എനിക്കത് സംശയം വന്നതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും നോക്കുവാണ്. അടുത്ത വരുന്ന ബ്ലൂ ആണ്. ബ്ലൂവിൽ ഫുൾ ബ്ലൂ ആണ്, ദുപ്പട്ടയിലും ബോട്ടത്തിലും ഒക്കെ സിക്സ് ആക്ക് ഡിസൈനിൽ ഇതുപോലെ വന്നിട്ടുണ്ട്. അടുത്ത ആഷാണ്. ആഷിൽ ഒരു ചെറിയ റോസ് കളർ ഫ്ലവറിൻ്റെ ഡിസൈനാണ്. ദുപ്പട്ട ഇതുപോലെ ലൈൻസ് പോലെയാണ്, അതേപോലെ തന്നെ ബോട്ടവും സ്ട്രൈപ്പ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. നല്ല ആഷ് കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ. ഇത് ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെയാണ്, ഒരു പ്രത്യേക കളറാണ്. ഒരു ബ്രൗണും ഒരു ചെറിയൊരു റെഡ് പോലെ മിക്സായിട്ട് വരുന്ന കളർ പോലെയാണ് വരുന്നത്. ഇത് വരുന്നത് ഒരു ബ്ലൂ ആണ് കേട്ടോ, ബ്ലൂവും ആഷും കൂടെ ഒക്കെ മിക്സ് വരുന്ന കളറാണ്. എൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ നമ്മൾ കാറ്റലോഗ് അല്ല കേട്ടോ, കാറ്റലോഗിൽ നൈറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടെ ഇട്ടിരുന്നാൽ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫോട്ടോസായിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ഇത് വരുന്ന ഒരു റോസ് പിങ്ക് ഒക്കെ കളറാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോസ് ചോദിച്ചാൽ മതി, ഞാൻ അയച്ചു തരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതൊരു പിസ്ത ഷെയ്ഡാണ് വന്നിരിക്കുന്നത്, ലൈറ്റ് കളറാണ് കേട്ടോ. ലൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ദുപ്പട്ടയിൽ ഇതുപോലെ ഒരു ഫ്ലവർ ഡിസൈൻ പോലെ ഇങ്ങനെ നടുക്ക് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ സ്ലാൻഡിങ് ഡിസൈനാണ് ഇതിൻ്റെ ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. പിസ്ത കളറാണ്. അടുത്ത ആഷിൽ ഇതുപോലെ ചെക്ക് ഡിസൈൻ വരുന്നുണ്ട്. ബോട്ടത്തിലും ദുപ്പട്ടയിലും നല്ല ഡാർക്ക് ആഷ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇത് ഒരു വൈനും ഒരു മെറൂൺ ഷെയ്ഡും കൂടെ മിക്സാണ് വരുന്നത്. മെറൂൺ കളറ് കോഫി ബ്രൗൺ പോലെയും നമുക്ക് തോന്നുന്ന ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളത് ഫ്രണ്ട് പീസിൻ്റെ തന്നെ ഫോട്ടോ എടുക്കണം, അതാണ് പ്രത്യേകം പറയാനുള്ളത്. എല്ലാവരും ബാക്ക് സൈഡ് പോർഷൻ്റെ ഫോട്ടോ എടുക്കും കേട്ടോ, എനിക്ക് ഒട്ടും മനസ്സിലാകത്തില്ല അത് ഏതാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇത് ഒരു യെല്ലോയിഷ്
ഡിസൈനാണ്, ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അടുത്ത് വരുന്നത് വൈറ്റിൽ ഒരു ഡാർക്ക് പർപ്പിൾ എന്നാണോ വയലറ്റ് ആണോ എനിക്ക് അറിഞ്ഞൂടാ. അതിന് ഞാൻ പർപ്പിൾ എന്ന് പറയുമ്പോൾ ചിലർ വയലറ്റ് ആണെന്ന് പറയും, ചിലർ വയലറ്റ് എന്ന് പറയുമ്പോൾ പർപ്പിൾ ആണെന്നും പറയും. അപ്പം അങ്ങനൊരു കളറാണ്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊരു ഹാഷും ബ്ലാക്കും ഒക്കെ കോമ്പിനേഷൻ വരുന്ന ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ബോട്ടം കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിൻ്റെയും ബോട്ടം നല്ല ഭംഗിയാണ് കാണാൻ. പ്ലെയിൻ അങ്ങനെ കൊടുക്കാറില്ല ഇതിനകത്ത് കേട്ടോ, എല്ലാത്തിലും ബോട്ടത്തിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കാറുണ്ട്. അടുത്ത് ഇത് ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ബോട്ടം ഇതുപോലെയാണ് വരുന്നത്. ഇത് ഒരു നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിൽ കറക്റ്റ് ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയുണ്ട്. ഡാർക്ക് ഷെയ്ഡാണ് കൂടുതലും നമ്മുടെ കയ്യിൽ നിന്ന് പോകാറുള്ളത്, ലൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലൈറ്റ് ഷെയ്ഡ് അധികം എടുക്കാത്തത്. ലൈറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പരിഗണനയ്ക്കും ഞാൻ ലൈറ്റ് ഷെയ്ഡ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം മെറ്റീരിയൽസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ വാട്സപ്പിൽ ഫോട്ടോസ് ഇട്ട് തരാം, അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ബില്ലിടും. ടോട്ടൽ ബില്ല് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് ടൈമാണ് ഒരാൾക്ക് ഞാൻ കൊടുക്കാറുള്ളത്. പേയ്മെൻറ്റ് ചെയ്യാനും അത്രയും ടൈം മതിയല്ലോ. അപ്പോൾ വേണമെന്നുള്ളവർ ആ ഒരു ടൈമിനുള്ളിൽ എടുക്കും. പിന്നെ പൈസ ഇല്ല, ബുദ്ധിമുട്ടാണ്, വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ആണ്. ചിലർ ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് എടുക്കാതെ പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ബുക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരം പേയ്മെൻറ്റ് ഫുള്ള് ഇടണം. രാവിലെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 200 രൂപ 300 രൂപ അത്ര ഇടണം. അങ്ങനെ ഇട്ടാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും വൈകുന്നേരം വരെ മാത്രം. പേയ്മെൻറ്റ് ഞാൻ തിരിച്ചെടുത്തില്ല, കാരണം അത്രയും നേരം ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ കച്ചവടമാണ് പോകുന്നത്. അപ്പോൾ എടുക്കുമെന്നുള്ളവർ മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പോസ്റ്റലായിരിക്കും നമ്മളെല്ലാവർക്കും അയക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.